ഹലോ ഗൈസ്, നമ്മളിതാ ഗുരുവായൂർ അമ്പലനടയിൽ മൂവി കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ സൂര്യ തിയേറ്ററിലേക്ക് പോവുകയാണ്. സൂര്യ തിയേറ്ററിലെ പാർക്കിങ്ങിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചേട്ടാ താഴട്ടല്ലേ? നെടുമങ്ങാട് സൂര്യ തിയേറ്ററിലാണ് പൃഥ്വിരാജും ബേസിലുള്ള സിനിമ കാണാൻ വേണ്ടി ഇതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഹലോ ഗൈസ്, ഗുരുവായൂർ അമ്പലനടയിൽ മൂവി കണ്ടിട്ട് വന്നിരിക്കുകയാണ്. ഇത് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു കിടിലം സിനിമയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ചുമ്മാ ഇങ്ങനെ കണ്ട് എൻ്റർടൈൻ ചെയ്തിട്ട് കംപ്ലീറ്റ് മതി മറന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പം പുള്ളി പറയുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് എന്താണ്, ജെ പറയുന്ന പോലെ കുറച്ച് ഇൻറ്റൻസീവ് ആയിട്ടുള്ള സബ്ജക്റ്റ് മൊത്തത്തിൽ കോമിക്കായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഇപ്പം ഏതായാലും സിനിമ റിലീസായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു പല യൂട്യൂബേഴ്സും അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യും തോന്നുന്നുണ്ട്. പല പല കാര്യങ്ങൾ നമ്മളോട് ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള പല പല റിലേഷൻഷിപ്സിലോട്ടും പോകുന്ന പല പല കാര്യങ്ങളും പുള്ളി ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഭയങ്കര ശ്രദ്ധിച്ചാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സ് ആണ് പൊളി. ക്ലൈമാക്സ് ഞാൻ പറയുന്നില്ല, അതും പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഒരു ഇതങ്ങ് ഫീലങ്ങ് പോകും. ക്ലൈമാക്സിൽ ഓരോ സിനിമയുടെ ഒരു ലാസ്റ്റും അതിൻ്റെ വേറൊരാളെ കൊണ്ടുവരുന്നൊരു പരിപാടിയൊക്കെ ഉണ്ട്. അതെല്ലാം കൊള്ളായിരുന്നു. പിന്നെ ഒരു കാര്യം പറയുന്നത് വെച്ചാൽ, സാധാരണ ഞാൻ പൃഥ്വിരാജിൻ്റെ കോമഡി കണ്ട് ചിരിച്ചിട്ടില്ല, പക്ഷേ ഇത് ഞാൻ തല തല്ലി ചിരിച്ചു. അടിപൊളിയാണ്. അതാണ് പറഞ്ഞത്, ഒരു ആക്ടറിനെ ഒരു ഡയറക്ടറിൻ്റെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ, ആ നല്ല ഡയറക്ടറിൻ്റെ കയ്യിൽ കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു രീതിയിൽ ഡയറക്ടറിന് ആ പുള്ളി വെച്ച് പെർഫോം ചെയ്യാൻ പറ്റും. പിന്നെ ബേസിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല, അടിപൊളിയായിട്ട് ചെയ്തു. എല്ലാവരും അടിപൊളിയായിട്ട് ജഗദീഷിൻ്റെയൊക്കെ കോമഡിക്കൊക്കെ നമ്മൾ ചിരിച്ച് മറിയണം. അതുപോലെ പിന്നെ ഒരാളും കൂടെ ഉണ്ട്, അത് മിസ് ചെയ്യാൻ നമുക്ക് പാടില്ലാത്ത ഒരാളും കൂടെ അതിൻ്റെ അകത്തുണ്ട്. അത് നിങ്ങൾ സിനിമ കാണുക. സിനിമ കണ്ടിട്ട് ഞാൻ അത് പറയുന്നില്ല, നിങ്ങൾ ഏതായാലും കാണുക. നമുക്ക് ഫുള്ളായിട്ട് ഇപ്പോൾ ഫാമിലി ആയിട്ടാണെങ്കിലും പോയി നല്ലവണ്ണം ചിരിച്ച് എൻ്റർടൈൻ ചെയ്ത് വരാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു മൂവിയാണ്. അതുപോലെ തന്നെ എന്താണ്, ഒരു കോമഡി എൻ്റർടൈനർ എന്നുള്ള രീതിയിലും നമുക്ക് പൈസ വസൂൽ. അതാണ് ആക്ച്വലി ഈ ഒരു സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഈ സിനിമയിൽ അതുപോലെ തന്നെ വൾഗറായിട്ടുള്ള ഒരു കോമഡി ഇല്ല. വൾഗറായിട്ടുള്ള കോമഡി എന്ന് പറഞ്ഞാൽ ബോഡി ഷെയ്മിങ്ങോ അങ്ങനെ ഒരു സാധനവും ഈ സിനിമയ്ക്കകത്ത് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ആൾക്കാരുടെ നിലവാരം മാറി എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പ് കോമഡിയാണ് ഇപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടം. അല്ലാതെ ഒരുത്തം പഴത്തൊലി ചവിട്ടി ചറക്കി വീഴുന്നതോ അല്ലെങ്കിൽ എടാ നീ കറുത്തിരിക്കുകയാണ് നീ വെളുത്തിരിക്കുകയാണ് എന്നുള്ള രീതിയിലുള്ള കോമഡികളോ അല്ല. പകരം ഈ രീതിയിലുള്ള കോമഡികൾ ആണ് ഇപ്പോഴത്തെ ജനതയ്ക്ക് ഇഷ്ടം. അതുകൊണ്ട് ഇങ്ങനെയുള്ള സിനിമകൾ നിങ്ങൾ കൊടുക്കൂ. നിങ്ങൾ പ്രേക്ഷകരെ കുറ്റം പറഞ്ഞും അതുപോലെ തന്നെ യൂട്യൂബർമാരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഹിറ്റ്, നിങ്ങളിപ്പോൾ ഒരു ഹിറ്റിൻ്റെ നമുക്ക് തന്നെ അറിയാം ഇപ്പോൾ എത്ര പടം ഹിറ്റായെന്നുള്ള കാര്യം. ഇപ്പോൾ ആവേശം വരെ 150 കോടിയായി. അപ്പോൾ ഈ പടവും നല്ല രീതിയിൽ ഓടും. അപ്പോൾ വളരെ ബഡ്ജറ്റ്, എനിക്കറിയാം ഭയങ്കര കുറച്ചുള്ള ബഡ്ജറ്റുള്ള മൂവിയാണിതെല്ലാം. പക്ഷേ പടം സൂപ്പറാണ്. അപ്പം മസ്റ്റ് വാച്ച്.